അങ്ങനെ ഗായ്സ് കാലങ്ങൾക്ക് ശേഷം അൻഷിഫ് മോനിക്കൽ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്താണ് ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? തിരിച്ചു വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു. എന്നാൽ എനിക്ക് വളരെ മോശമായ അഭിപ്രായമാണ് താങ്കളോട്. എനിക്ക് മരക്കളി ഒപ്പം ഞാൻ ചങ്ക പിടിച്ചതുകൊണ്ട് രണ്ടാമത് ഒപ്പം പോയി. അതായത് ഇവര് രണ്ടാളെ സൗണ്ടും പോയത് അമ്മായിമ്മ കൊല്ലിക്ക് പിടിച്ചതാട്ടെ ഗൈസ്. എന്താണ് ചിഞ്ചി ഈ അവസരത്തിൽ ചലിച്ചത്? അൻസിഫ് നല്ലവനാണെങ്കിൽ കുഞ്ഞോളെ നാളെ ഊട്ടിക്ക് കൊണ്ടുപോകും. പക്ഷെ അൻസിഫ് ചെറ്റയാണെങ്കിൽ മെച്ച് മുറ്റടിച്ചു വരിയപ്പോ മെച്ചിനെ സഹായിക്കണോനെ ഇങ്ങനെ മുറ്റത്തെ കല്ലൊക്കെ എടുത്തെറിഞ്ഞാണ്ട് എന്നിട്ട് അപ്പുറത്തെ മുറ്റത്തേക്ക് എറിയണത് അല്ലേ? എടാ എന്താ കാലിന് പറ്റിയത്? മുറിയായോ? അപ്പൊ ഗായ്സ് ഇന്ന് കുട്ടികൾക്ക് സ്കൂളും ഇതൊന്നും ഇല്ല കേട്ടോ. ഇല്ലല്ലോ, സ്കൂൾക്ക് പോക്ക്. ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ല, കാരണം ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഔദന് ഇനി മതിട്ടോ കല്ലെടുത്ത് എറിഞ്ഞത്. മതി, ആ റോഡാണ്, അവിടേക്ക് എറിയാൻ പാടില്ല കേട്ടോ. ഓക്കെ, കാലിമ എന്താ പറ്റിയാറത്? എന്ത് മുറിയോ? എങ്ങനെയാണ് എൻ്റെ കാലിമ മുറിയായത്? സത്യസന്ധമായിട്ട് പറഞ്ഞ പറ. പിന്നെ വേറെ കാര്യം പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ വ്ളോഗ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, കുറേ കാലമായിട്ട് ഒരു മടിയും ചടപ്പൊക്കെ കൂടി നിർത്തി വെച്ച മതി. നമ്മൾ ഏകദേശം ഒരു മാസം റെസ്റ്റ് എടുത്തു ലജിബ്രാനെ. അപ്പം നമ്മളങ്ങനെ വ്ളോഗിങ്ങൾക്ക് രണ്ടാമത് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി എന്നും സ്ഥിരമായിട്ട് കൃത്യം 2 മണിക്ക് നമ്മുടെ വ്ളോഗ് വരുന്നതാണ്. ഓക്കെ, പിന്നെ യൂട്യൂബിൽ നമ്മളെ ലൈവ് കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇനി ഇവിടുന്ന് ഞാനിങ്ങോട്ട് നായാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിരത്തി ഞാൻ അല്ലേ. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് മുറി. അബ്രുവിന് എങ്ങനെയാണ് മുറിയായത് അല്ലേ, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം അബ്രു എന്താ കാട്ടിക്കണ വെച്ചാലേ ഇതാ കുട്ടീൻ്റെ തലയിൽ ഇടുന്ന തൊപ്പിട്ടാണ്ട് ഇവൻ എന്നെ കെട്ടിക്കൂട്ടിയതാട്ടോ. മുറി എവിടെയാണ് കിടക്കണത്? കെട്ടെവിടെയാണ് കിടക്കണത്? മുറി ഗൈസ് നോക്കൂ, ഇതാണ് മുറി. കെട്ട് ഇവിടെ കിടക്കണത്. അതായത് മുറിയൊക്കെ ഉണങ്ങിയാണ്ട് മാറിയിരിക്കണം. എന്നിട്ട് അവൻ വെറുതെ ഇത് കെട്ടി അടക്കുക. അപ്പം ഇതെങ്ങനെ മുറി ആയത് വെച്ചാൽ ഇന്നലെ ഷേവിങ് സെറ്റ് എടുത്തുകാണ്ട്, അതായത് നമ്മൾ ഷേവ് ചെയ്യണ ഷേവിങ് സെറ്റ് എടുത്തുകാണ്ട് ഓനെന്ത് കാലുമത്തെ രോമം പഠിച്ചിക്കണേ. അതായത് മീശയും താടിയൊന്നും ഓനില്ലല്ലോ. അപ്പം കാലുമത്തെ രോമം പഠിച്ചിക്കണേ. ഓൻ്റെ കാൽമേലുണ്ട് കേട്ടോ മുറി. അപ്പോൾ കാൽമത്തെ രോമം പഠിച്ചുകാണ്ട് കാലുമ അത് കീറിക്കണേ. മുറിയായി. അപ്പം ഞാൻ ചെയ്യരുത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിക്കണതാണ്. നാക്ക് എന്താ ഇത്? നാക്ക് ഇങ്ങനെ പൊളിഞ്ഞാടാ. ആ കട്ടർ കൊണ്ട് ഇതാക്കി ഇടണം കേട്ടോ അത്. എന്നാലും വേദന ഉണ്ടാവില്ല. മറ്റേ തട്ടുമ്പോഴൊക്കെ വേദനിച്ചു. കട്ടർ എടുക്കുക. ഓക്കെ. പിന്നെ ജിബ്രാൻ കുട്ടിയൊക്കെ കണ്ടില്ലേ ഇങ്ങോട്ട്? ഫുള്ള് സെറ്റപ്പിലാണ് ഇപ്പോൾ അല്ലേ? കല്യാണം കഴിക്കാനായി, പെണ്ണിട്ടാനായി ഇറക്കാം. പിന്നെ നമ്മളെ ക്യാമറമാൻ സോനു ആണ്. അപ്പോൾ സോനുവിനോട് ഇനിയിപ്പോൾ സ്കൂളില്ലാത്ത ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറയണേ, ക്യാമറ എടുക്കാൻ വരാൻ പറയണേ. കാണിച്ചു കൊടുക്കട്ടെ? വേണ്ട. അതെ, സോനിപ്പോൾ പഴയ മാതിരി ഒന്നല്ല കേട്ടോ, കുറവനാണ്. അല്ല ജിബലാരെ ഇറക്കി കൊടുക്കുക. എൻ്റെ മുകളിൽ കയറരുത് കേട്ടോ. ഇപ്പം ഞാൻ കയറ്റിയത്, നിങ്ങളായിട്ട് ഒറ്റക്ക് കയറരുത്. അത് കയറി കാണി. വരി കമോൺ. അത് കെട്ടണ്ട, ഇച്ചിട്ടളഞ്ഞേ. അത് മുറി മാറിക്കണേ, ഉണങ്ങിക്കണേ. അറിയണ അങ്ങോട്ട് കേട്ടോ കേട്ടോ. ഉമ്മക്ക് കെട്ടി തരാനായിക്കൂല. ഓക്കെ, അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ചായക്ക് കടിയുള്ളത് നേന്ത്രപ്പഴം പുഴുങ്ങിയതും 1 ഗ്ലാസ് പാലും.
അതായത് നമ്മളൊക്കെ പറഞ്ഞാൽ പഴയ പോലെയല്ല, ഇപ്പൊ ഫുള്ള് ഒരു ഡയറ്റ് ഫുഡാണ് കഴിക്കുക. കറക്റ്റ് ശരീരത്തിന് വേണ്ട ഫാറ്റും ലിവറും കുറവൊക്കെ. ഓക്കെ, പിന്നെ ഇബ്രാഹിം ഉണ്ടോ? ഇബ്രാഹിം എന്താ വർത്താനോ? ചിത്രം വരച്ച ഇബ്രാഹിം വരച്ച ചിത്രം നോക്കാണ് ഗായ്സ്. വാവ്, ഹൗ ഇസ് ഇറ്റ് ഗായ്സ്? ഇസ് ഇറ്റ് ഗുഡ് ഗായ്സ്? ഇസ് ഇറ്റ് ഗുഡ്? നോക്കൂ നോക്കൂ കുട്ടികളെ, പള്ളിക്ക് വരച്ചിരുന്നു കേട്ടോ. സംഗതി ചെറുക്കം പൊളിയാണ്. സംഗതിയൊക്കെ നോക്കി വരക്കണതാണ്, പക്ഷെ നോക്കി വരക്കാനും അതിൻ്റെതായിട്ടുള്ള കഴിവ് വേണ്ടേ. മതി കേട്ടോ, അഞ്ഞ് എടുത്തോണ്ടിട്ടുണ്ടോ? മതി, വരച്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് ഇത് ഞാൻ വെച്ചാണ് അത് ഞാൻ വെച്ചാണ് ഇറങ്ങാണ്ടേ ഇങ്ങനെ വെച്ചാൽ ഇപ്പം വെറുതെ ഇതിൻ്റെ ആടാ. എന്തെങ്കിലും ഒന്ന് നോക്കിയാൽ പിന്നെ അവൻ്റെ ഒക്കെ പോരും കാണിച്ചു കൊടുക്കാൻ അല്ലേ. പിന്നെ നമ്മളെ ജിബ്രാനും അപ്പൊ ഇത് നമ്മള് ഇത് നമ്മള് ടിഷക്കും വേണ്ടി വാങ്ങിയ പുതിയ ഊഞ്ഞാലാട്ടോ. അപ്പൊ ടിഷ ബേബി അവിടെ ഉറങ്ങുകയാണ്, കുട്ടിക്ക് പാല് കൊടുക്കുകയാണ്. അപ്പോൾ ഓള് ഉറങ്ങി നീച്ചിട്ട് ടിഷ ബേബിനെ കയറ്റി നമ്മള് ഊഞ്ഞാലിലൊക്കെ താട്ടി ഞാൻ പാട്ടൊക്കെ പാടും. ഞാൻ നല്ലോണം പാടും ഗൈസ്. അല്ലേ ജിബ്രാനെ? പിന്നെ നല്ല പാട്ടുകാരനല്ലേ അല്ലേ? അപ്പൊ നമ്മളെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി മുതൽ വ്ളോഗില് നല്ല പാട്ട് കാച്ചി പാട്ട് പാടും അല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ പോട്ടോ. ചായ കുടിക്കണം, വിശക്കുണ്ട്. കുടിച്ചോ? പണി കൊടുത്ത് കുറച്ച് കുടിച്ചോ? എന്താടാ? ഈ വരച്ചോട്ടോ. എടേ കുഞ്ഞോൾ വിചാരിച്ചോ? കുഞ്ഞോളെ ഒച്ച പോയിക്കെടുക്ക. കുഞ്ഞോളിപ്പോ ഇങ്ങനെ ഇവിടെ വാ. കുഞ്ഞോളെ ഇവിടെ വാ. കുഞ്ഞോളോടെ എന്താ വർത്താനം ചോദിക്കുന്നുണ്ട്. അമ്മളും കരിക്കാർ എവിടെ അങ്ങനെ ഗായ്സ് നമ്മളെ ശ്രീമതി കുഞ്ഞോള് വന്നിരിക്കുകയാണ്. കുഞ്ഞോളെ 2 വാക്ക് പറഞ്ഞാലോ, ഒരു അടിയാലോ പറ. ക്യാമറയ്ക്ക് നോക്കിയാൽ പറ. കുറച്ചൊക്കെ വച്ചില്ല. നീ ചായ അടിച്ചോ? നീ ചായ കൂടെ സോനാണേ. എന്നാ തിന്നോ? ടിഷുവാ ടിഷമാമോന്റെ ടിഷ ബേബിന്റെ മൂന്തമ്മക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത ടിഷ ബേബിന്റെ ആ ഒരു നിഷ്കളങ്കത. തോണ്ടാൻ പാടില്ല. അങ്ങനെ ഗായ്സ് കുഞ്ഞോളും കുട്ടിയാളും ഭക്ഷണം ഓഫാക്കടായി. ഓക്കെ ഓക്കെ, ഇനി ഇവിടെ M4 കാണാൻ പറ്റൂല. ഇനി ഇവിടെ അൻസിഫ് മോനിക്കലിന്റെ വ്ലോഗ് മാത്രം കണ്ടാൽ ഓക്കെ. എന്നിട്ട് കാണാനാ. അപ്പൊ ഗൈസ് അങ്ങനെ കുഞ്ഞോള് കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടിഷ ബേബിയൊക്കെ ഇതുവാ ഈ ഇഷ്ടത്തിലേക്ക് മൂന്തി കുത്തി ബുക്കതേ. ഈ വലിയ ആളെയാണ് ഇങ്ങനെ ഇരുത്തിയാണ്ടേ അത് മൂക്ക് കുത്തി ബുക്കാനേ. ഒരുത്തം കിടക്കുന്നുണ്ടല്ലോ ഇവിടെ. എന്തിനാണ് ഓരോന്നോരോന്നും ഇങ്ങനെ വലിച്ചും പൊട്ടിച്ചും നിൽക്കുന്നത്? എന്തിനാണ് വെറുതെ മറിച്ചും വലിച്ചു? എന്താണ് ചായ അടിച്ചോ? തിന്നോ? ഫുള്ള് തിന്നോ? ഇബ്രാഹിം ചായ അടിച്ചോ? ആർക്കും കുടിച്ചാട്ടെ ജോ. പിന്നെന്തിനാ ജോലിക്ക് കൊടുക്കണ? ആർക്കൾ തിന്നോ? ഒച്ച
ഒച്ചേട്ട ബ്രോ മെച്ചിന്റെ ഒച്ചേട്ട ഇങ്ങോട്ടോക്കെ മെച്ചിന്റെ ഒച്ചേട്ട ചെവില്ലേതോ ചെവി ഉമ്മച്ചിന്റെ വർത്താനം കേക്കുണ്ടെങ്കിൽ കേക്കുണ്ടോ ഇഷ് ബേബിയേ അത് അണ്ണാക്ക് കിട്ടുകയാണ് ഞാൻ അണ്ണാക്കിനെ കൊടുക്കട്ടെ കേട്ടോ എടാ മൂന്നത്തെ നോക്കണം കേട്ടോ മുന്നിക്ക് വണ്ടൂര് പോയി വെച്ചിട്ടാ ഓക്കെ സമാധാനമായില്ലേ അപ്പൊ ഗൈസ് ഞാനൊന്ന് അങ്ങോട്ട് പോയി വെച്ചു 2-3 സാധനങ്ങൾ വാങ്ങാം ഓക്കെ കിട്ടിപ്പോയി ആർക്കും വേണ്ടത് ബിരിയാണി വേണ്ടേ ഗായ്സ് അങ്ങനെ നമ്മളിന്ന് നമ്മളെ അമ്മോന്റെ വീടിന്റെ വാർപ്പായിരുന്നു വാർപ്പിന് പോയി ബിരിയാണി കൊണ്ടുവന്നിരിക്കുകയാണ് ഗായ്സ് അപ്പൊ അൻഷിഫ് വീട് നോക്കാത്തവനാണ് കുടുംബം നോക്കാത്തവനാണെന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാ അലവലാദികളോട് പറയണം അൻഷിഫ് കണ്ടോ വാർപ്പിന് വെട്ടിയ ബിരിയാണിയാണ് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ സെറ്റല്ലേ ബിരിയാണി വേണ്ടേ വേണ്ടേ എന്താ അങ്ങനെ ഞാൻ ഗൈസ് ഇത് എന്റെ കുഞ്ഞോൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ശ്രീ കുഞ്ഞോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വാർപ്പിന്റെ ബിരിയാണി കിട്ടിയ സ്ഥിതിക്ക് നല്ലതോ എന്ന് ബിരിയാണി അതോ ഞാനോ ബീഫാണോ ബീഫ് ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല ഞാനതിന് ഓൾറെഡി ഫുഡ് കഴിച്ചില്ല അതോടെ എനിക്ക് ഒരു പീസിലാക്കി തന്നത് കൊണ്ടുവന്നതാണ് അതന്നെ അത് നിങ്ങൾക്ക് സമ്മാനിക്കല്ലേ അതിനാണ് ഞാൻ നല്ലത് ഇതാണ് അപ്പൊ ഗൈസ് കുഞ്ഞോളെ ഒച്ച പോയിക്കണം അപ്പൊ കുഞ്ഞോളെ വർത്താനം പറയണതൊന്നും കേൾക്കില്ല ഇബ്രോ വാ എവിടെ ആരെ കൊണ്ടത് ആരെ കൊണ്ടത് പറയും ആരെ കൊണ്ടത് നാദ കളിച്ചു ഓക്കെ ഞാൻ കുളിക്കട്ടെ അജ്ജനുള്ളവരവിടെ കുളിച്ചത് അപ്പൊ എന്റെ കുട്ടിയാക്ക് ആ ബിരിയാണി നിലത്തിക്കാനെ മേത്തിയാൻ പറ്റാവും കുട്ടിയാക്ക് എന്താ വേണ്ടിച്ച കൊടുക്കുകയില്ല ഓക്കെ അതിന് നഷ്ടം വരുത്തണ്ട എന്ത് എന്താ പറഞ്ഞേ അപ്പൊ അതിലൊരു കമ്മിയും വരുത്തണ്ട ഔദിന് വേണമെങ്കിൽ കൊടുത്തോ ജിബ്രാന് വേണമെങ്കിൽ കൊടുത്തോ ബിരിയാണി നിങ്ങൾക്കൊന്നും വേണ്ട വേണ്ടേ അല്ലടാ ഇത് നിങ്ങളോട് ആരാണ് ഇതിൽ കുറിച്ചിരിക്കാൻ പറഞ്ഞേ ആട്ടല് കഴിഞ്ഞിട്ടില്ലേ ബിരിയാണി മറ്റു കുളി കഴിഞ്ഞിട്ട് വരെ എന്തായാലും കളി കൊടുക്കട്ടെ ഒരു മട്ടൻ പോലെ കൊടുക്കട്ടോ ഓക്കെ ഗൈസ് അപ്പൊ ബിരിയാണി തിന്ന് കഴിയട്ടോ ഓക്കെ സൈലന്റ് വ്ളോഗാണ് ഞങ്ങൾ വണ്ടൂർക്ക് വന്നേന് അപ്പോഴാണ് എന്താ ഇമ്മ പറഞ്ഞത് ഇമ്മക്ക് നാളെ ലീവാണ് അപ്പൊ നിങ്ങൾ നേരെ പോയിക്കോളി മാറുന്നാടാ ബിരിയാണി തട്ടെ ഗായ്സ് അപ്പൊ നമ്മളെ കുളിച്ച് ഫ്രഷായി ഇവിടുന്ന് കൊണ്ടുവന്ന ബിരിയാണി വാർപ്പിന്റെ ബിരിയാണി തിന്നാൻ പോവുകയാണ് കുഞ്ഞോളും ഞാനും ഞാൻ കുഞ്ഞോക്ക് വാരി കൊടുക്കുന്നതാണ് അല്ലൈനറോ ഞാൻ വാരി തരണ്ട പിന്നെ എങ്ങനെയാ ഗൈസ് ഞാനോടെ ഞാൻ വീഡിയോ വേണ്ടിട്ട് അഭിനയിക്കല്ലേ ഒറ്റോ എന്ത് വാടാ മോനെ വ്യാടാ മോനെ മോനെ വാടാ വേണ്ട
കുറവാ ആദ്യമായിട്ട് ഇപ്പൊ വാരത്തിനോട് കുറവാ. ഞുണുങ്ങേ ചാടിച്ചല്ലേ അന്ന് വിളിച്ചോ? അതാണ് നമ്മുടെ കുടുംബം. അതായത് നമ്മള് മടിയില്ലാത്ത കുടുംബം. എന്തിനും ഏതറ്റം വരെ നമ്മുടെ കുടുംബം. പള്ള നിറച്ച് ചോറ് കിട്ടാൻ ഏതറ്റം വരെ വരുമല്ലേ അല്ലേ? അല്ലേ പ്രേമേ? പള്ള നിറച്ച് ചോറ് കിട്ടാന് എന്തൊക്കെ പറയണേ? എന്നാ ഒരു ഉള്ളിയുടെ നിന്നോ? എന്ത് രണ്ടുള്ളിയും കൂടി നിന്നോ? ഇപ്പൊ പണ്ട് പറഞ്ഞ മാതിരിയല്ല ഗായ്സ്. ഗായ്സ് നിങ്ങൾക്ക് വേണം ബിരിയാണി ഗായ്സ്? അവിടെ ഒരു ഉരുളഞ്ച് കുട്ടിയെ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞം നിന്നോളി. വാർപ്പിന്റെ ബിരിയാണി കേട്ടോ. നമ്മ കൊടുത്തയച്ചതാണ് നിങ്ങൾക്ക്. കുഞ്ഞോക്ക് പിന്നെ ഒച്ചല്ലാത്തോണ്ട് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? പിന്നെ നമ്മളെ റിയും മറ്റേ റഷ്യയിൽ ലുല്ലൊക്കെ വന്നിക്കണേ. റിയാന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിക്കോല്ലോ അല്ലേ? അപ്പൊ മാപ്പിളോളും തെറ്റില്ല. ഓളും മാപ്പിളെങ്കിൽ അച്ചറോടി പിരിഞ്ഞേക്ക. ഇപ്പോഴാണ് എന്റെ കുടുംബാണെന്ന് മനസ്സിലായത് കെട്ടിയന്. അപ്പൊ ഇട്ടറിഞ്ഞു പോയി നാളെ കഴിച്ചിലായി. അതിലേക്ക് പോയോളാം. നടന്നു എന്നോട് തെറ്റി പോന്നാണോ? ഏനെ മാപ്പിള കുറിച്ച് മാപ്പിളക്ക് അങ്ങനെ ഗൈസ് അപ്പൊ വൈകുന്നേരമായിട്ട് അപ്പൊ നമ്മളിഞ്ഞ് ചെടി നനക്കണം. പണ്ടത്തെ മാതിരിയല്ല, ഉത്തരവാദിത്തങ്ങൾ കൂടിയിരിക്കണേ. അപ്പൊ ചെടി നനക്കാൻ പുതിയ ഐഡിയ നമ്മളെ വെച്ചിക്കണല്ലോ. അത് കണ്ടിട്ടില്ലതാ. ഇതൊക്കെ കുഞ്ഞോളുടെ അഭിപ്രായങ്ങളാട്ടെ ഗൈസ്. അതായത് കുഞ്ഞോക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഓളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല നമുക്ക്. അത് പറഞ്ഞാൽ നമ്മള് അപ്പൊ ഇതാണ് തുള്ളി നന. ഇത് കാണിച്ചു കൊടുത്താ ഈ വെള്ളം ഇങ്ങനെ ഇട്ടുന്ന കാണിച്ചു കൊടുത്താ അടുത്ത് കൊണ്ടുപോയാണ്ട് കണ്ടോ? ഇതാണ് തുള്ളി നന. അതായത് തുള്ളി നന പറഞ്ഞാൽ എല്ലാത്തിൻ്റെ മുരട്ടിൽ ഇങ്ങനെ കുറേശ്ശെ വെള്ളം. ഇതൊരു അരമണിക്കൂർ മതി. അത് എന്നും രാത്രി വൈകുന്നേരം അല്ലേ? വൈകുന്നേരം രാത്രി ഇതാക്കുന്ന കുറച്ച് നേരം ഇങ്ങനെ ആക്കണ്ടല്ലോ. തന്നെ ഞങ്ങളെ ഓക്കെ. എൻ്റെ ഇബ്രുവിനെ പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യമില്ലായിരിക്കില്ല. മറന്നു പോയത് അത് രാത്രി ഇടണ മറന്നു പോയാൽ രാവിലെ വരുമ്പോൾ ടാങ്കത്തെ വെള്ളം കഴിയും. കറക്റ്റ് പറയുന്നത്. അത് സൂം ചെയ്ത് മോനെ കിട്ടിയോ? കിട്ടി. കിളിയണ്ട കിളിയണ്ട നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ കിളി. അതാ പോയോ ജന അപ്പെടുക്കൂല ക്യാമറ. കാക്കക്ക് പിന്നെ മൃഗം ഞങ്ങളോട് പറയല്. കുറെ തയ്യുണ്ട് ഗൈസ്. കുറെ ആൾക്കാർ ചോദിച്ചു ഏതൊക്കെ തയ്യല്ലേ. ഇത് 3 കൊല്ലം കൊണ്ട് കായ്ക്കണ പിലാവ് കേട്ടോ. പിലാവ് എന്നാണ് പറയാ. ചില ആൾക്കാർ ശുദ്ധീകരിച്ച് പ്ലാവ് എന്ന് പറയും. പ്ലാവല്ല പിലാവ്. ഇത് വലിയ സൈസ് ചാമ്പക്ക. നമ്മളെ നോർമൽ ചാമ്പക്കല്ല, സാധാ ചാമ്പക്കല്ല, വലിയ സൈസ് ചാമ്പക്ക. ഓക്കെ. ഇത് പിന്നെ റംബുട്ടാന്. കുറേ ആൾക്കാർ ചോദിച്ചിട്ട് തൈകൾ ഏതൊക്കെയാണ്. ഇത് റംബുട്ടാന്. ഇത് 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ്. ഇത് മരമുന്തിരി പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. മരമുന്തിരി സോന് കേട്ടിക്കണേ? മരമുന്തിരി അതായത് മരത്തുമ്മ. അത് കറിവേപ്പിൻ്റെ അല്ല, അത് കുഞ്ഞോളെ സംഭാവന മുണ്ടേരിന്ന് കൊണ്ടുവന്നാണ്. കറിവേപ്പില. ഇത് മരമുന്തിരി പറഞ്ഞിട്ടുള്ള സാധനമാണ്. മരത്തുമ്മ കൂടെ ഇങ്ങനെ മുന്തിരി രൂപത്തിൽ മരത്തിൻ്റെ തണ്ടുമ്മ കായ്ച്ചു നിൽക്കുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് അടിച്ചു വരാൻ പോകുന്ന
ചൂലൊക്കെ ആയിട്ട്. പിന്നെ ഇത് നമ്മളെ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ടാണ്. എന്താടാ കയ്യെടുത്താ അബിയോ ഇതേ കണ്ണ് കുത്തിച്ചു ആൾക്കാരെ. എടീ ചൂല എനിക്ക് വേണോ? അതെ കുടുങ്ങിയോ? അറിയണമെങ്കിൽ ഇന്നത് കെട്ടിയാണ്ട് വേണമെങ്കിൽ. അപ്പം ഇതാണ് അബിയു. അതായത് ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഫ്രൂട്ടാണ്. പിന്നെ ഇത് വരുന്നത് റംബുട്ടാനാണ്. ഇത് നമ്മളെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയും. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന മിറാക്കിൾ ഫ്രൂട്ട്. അതായത് എന്ത് സാധനം നമ്മൾ ഇത് കഴിച്ചുകാണ്ട് എന്ത് സാധനം കഴിച്ചാലും പെരും മധുരമായിരിക്കും. ഇത് റംബുട്ടാനല്ലേ? ഇത് റംബുട്ടാൻ. ഇവിടെ ഒരു തൈ വരുന്നത് പേരക്ക. പേരക്ക വീടുണ്ടോ? മരുന്നടിക്കാനയക്കണേ, സാഫ് അടിക്കണം. അപ്പോൾ ഇതിന് കണ്ട ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ഫംഗസ് ഇൻഫെക്ഷൻ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാഫ് പറഞ്ഞിട്ടൊരു മരുന്ന് കിട്ടും, അതടിക്കണം. സഫായി കരണേക്കരിയെ ക്ലീൻ. പിന്നെ നമ്മളെ ഇതുള്ളത് ഇതാ റംബുണ്ട്. പിന്നെ ഇത് പ്ലാവ്. ഈ പ്ലാവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന് പറയുന്നുണ്ട്. വിയറ്റ്നാം എന്താണ് നിങ്ങളതിൻ്റെ പേര്? എന്ത് ചക്ക ഉണ്ടായിക്കണോ? വിയറ്റ്നാം സൂപ്പർ എയർലി. അതായത് സൂപ്പർ എയർലിയാണ്, പെട്ടെന്ന് കേട്ട് എയർലി മോർണിംഗ്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ സാൾട്ട് മാംഗോ ട്രീ. ഇത് എന്താണ് ഈ മാങ്ങന്റെ പേരടി? കാപ്പിയോടെ. പിന്നെ ഇത് ഈ ചെടി വരുന്നത് എന്താണ്? ആ കളുകളെന്നല്ല വെള്ളരിക്കിന്റെ ഒക്കെ മാറ്റി സാധനം. ഇളന്തപ്പഴം. എല്ലായിടത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ തെങ്ങും ഒരു പനി കുഴിച്ചിട്ട് കിട്ടോ. പിന്നെ ഇപ്പം ഇതിലുള്ളത് വെറൈറ്റി ആയിട്ടുള്ളത് ഇതുണ്ട്. റംബുട്ടാണ്. പിന്നെ ഇത് നമ്മുടെ വലിയ നെല്ലി. ഈ വലിപ്പുണ്ടാവും അങ്ങനത്തെ നെല്ലി തൊടല്ലയ്മ. അപ്പൊ ഇതുമ്മ പുതിയ ഇല കിളിർത്ത് വരിക കേട്ടോ. അതായത് നമ്മള് വേര് പൊട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടപ്പോ ഫുള്ള് വാടി ഉണങ്ങി പോയിന്. ഇപ്പൊ കണ്ട നിങ്ങളെ ഉണ്ടാവും. അതേപോലെ ഇത് ചെറിയ നെല്ലി, അതായത് അരി നെല്ലി പറഞ്ഞ സാധനമാണിത്. ഇതും തന്നെ ഇലയൊക്കെ വാടി കൊഴിഞ്ഞു പോയതിന് ഇപ്പൊ രണ്ടാമത് ഇലയൊക്കെ ഉണ്ടായി നല്ല സെറ്റപ്പ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ? എന്താണ് ഈ പറഞ്ഞ? എന്താണ് ശരിക്കും? ശരിക്കും എന്താണ് പറഞ്ഞ പറയും. പിന്നെ ഞാനിതൊക്കെ കേട്ടായിരുന്നു തോന്നി. ഇത് ഇവിടെ വെക്കേണ്ടിയെന്ന ഇത് പിന്നെ നമ്മളെ 4 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ്. 4 കൊല്ലം കൊണ്ടല്ല, 3 വർഷം കൊണ്ട്. അത് ചിലപ്പോൾ ആവശ്യമില്ല. റോബസ്റ്റ് പഴമൊന്നുമില്ല. ഇത് മൂച്ചിമാങ്ങ എന്ന് പറയും. പൂക്കുണ്ടോ? ഇത് മൂച്ചിമാങ്ങ എന്നാ പറയാ. അത് മാങ്ങാ മൂച്ചി കേട്ടോ. ഇത് ഈ മാങ്ങാമൂച്ചി പൂത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ നമുക്കൊരു മാസം കൊണ്ട് തന്നെ നമുക്ക് മാങ്ങ ഉണ്ടായിട്ട് കാണാം. തൊടാതെ നിൽക്കുകയാണെങ്കിൽ കുട്ടികളൊന്നും തൊടാതെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ടൊക്കെ നമുക്ക് നല്ല വലിയ രീതിയിലുള്ള മാങ്ങ കായ്ഫലം കിട്ടും. ഇവിടെയൊക്കെ പൂക്കുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫലം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇത് മറ്റേ ടൈപ്പ് മാങ്ങയാണ്. ഇത് 1 കിലോനോ 1.5 കിലോ ഉണ്ടാവും ഒരു മാങ്ങ. നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു 50 കിലോ മാങ്ങ ഒരു ഇതിൽ കിട്ടും എന്നാണ് പറയുന്നത്, ഒരു പൂമെന്ന്. അത് നമുക്ക് അല്ലേ കൊണ്ടുവരേണ്ടി വരും. പിന്നെ ഇത് ജാക്ക് ഫ്രൂട്ട്. അതായത് ജാക്ക് ഫ്രൂട്ട് പറഞ്ഞ ചക്കപ്പഴം. ജാക്ക് ഫ്രൂട്ട്
ഓക്കെ. ചക്കപ്പഴം അതാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് സീതപ്പഴം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുക. പറഞ്ഞത് കൊക്കോ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അതിനൊക്കെയാണ്. മറന്നതാണ് അത്. പിന്നെ ആലോചിച്ചിട്ട് പറഞ്ഞു. പിന്നെ അവിടെ ഒരു തെങ്ങുണ്ട്, അങ്ങനെയൊക്കെ തന്നെ. ഇനി പോന്നാണി അത് നോക്കി. ആ പേരൊക്കെ പറഞ്ഞില്ലേ, തേക്കരാണ് ഞങ്ങള്. കണ്ണ് കുത്തട പഠിക്കട അടിക്ക ഇങ്ങോട്ട് കൊണ്ടാലേ. അപ്പൊ ഗൈസ് നമ്മൾ അതൊക്കെ കാണിച്ചു കൊടുത്തിരിക്കും, നിങ്ങളൊക്കെ കുത്തമുട്ടാണ്. അപ്പൊ ഗൈസ് നമ്മളിനി ഇതിന് ചുറ്റും ആടുകളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് വേലി കെട്ടേണ്ടി വരും. ഇൻഷാല്ലാ പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം. അപ്പൊ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ പഴയ മാതിരില്ല. ഇപ്പൊ കുഞ്ഞോക്ക് 5000 കൊടുക്കണം, പിന്നെ ക്യാമറമാന് ഫീസ് ഉണ്ട്, അങ്ങനെ കുറെ സംഖ്യ ചെലവുണ്ട്. എനിക്ക് 3500 റുപ്യ. അപ്പൊ അതൊക്കെയാണ് അവസ്ഥ. അല്ല ശരിയാട്ടെ. നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഈ വൈകുന്നേരം നേരത്തെ ഇങ്ങനെ കുടുംബമായിട്ട് ഫാമിലി ആയിട്ട് അല്ലേ ഇബ്രാഹിമേ, ഇവരൊപ്പൊക്കെ ഇങ്ങനെ കുറച്ചു നേരം നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രസമാണ്, ഒരു സന്തോഷം. നമുക്കില്ലേ എന്താണ്? പക്ഷെ രാത്രി സന്തോഷമില്ല എന്നുള്ളൂ. രാത്രി ഞങ്ങൾ കച്ചറയാണ്. ആരൊക്കെ? ഞാനും കുഞ്ഞോളോ? എന്തിനാണ് അജെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര സ്നേഹമുള്ള കപ്പിൾസിന് എവിടെയും കണ്ടെത്തണം. എന്താ നടന്നേ? അത് പറഞ്ഞെടുത്ത കേൾപ്പിച്ചു കൊടുത്ത എന്താണ്? തമാശക്കല്ലേ? വിമാനോ? ആക്കണം വിമാനം പോണ. ആ തെങ്ങിന്റെ മുകളിൽ കൂടെ കണ്ടോ? ചെരിഞ്ഞു പോണോ? ജിബ്രാനെ ഫസ്റ്റ് ഉണ്ട് അല്ലേ? കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. പോന്നാണ് അയക്കോക്കി പറയാ, അയക്കോക്കി പറയടാ. എന്തിനാണ് നിന്റെ സ്വഭാവം ശരിയായിട്ടല്ലേ? എനിക്ക് വെറുതെ അക്ഷറുണ്ടാക്കുക. ഞാനിവിടെ ഇല്ല പണി മൊത്തം എടുത്തിട്ട് നോക്കി. ഞാനിവിടെ ഹെൽപ്ലെസ് ആണ് പോലെ. എന്നെ കൂടെ ഒരു ഉപകാരമില്ല. പിന്നെ ഞാൻ കഷ്ടറുണ്ടാക്കില്ലേ? ഈ ടിഷ്യൂ ബേബിനെ നോക്കാൻ ആളില്ല അവിടെ. ടിഷ്യൂ ബേബി അന്നെ നോക്കാൻ ആളില്ല പോലോ. കള്ള പറയുന്ന ഞാൻ നോക്കണം ഫുൾ ടൈം. നടക്കണ കാര്യ നോക്കലുണ്ടോ കുട്ടീനെ? അതുകൊണ്ട് കുട്ടിക്ക് ഈ കുട്ടിക്ക് ഇന്റെ അത്ര ഇഷ്ടം വേറെ ആരുടെ പേരുണ്ട്. ആ 2 സാധനം കണ്ടില്ല, അത് നിങ്ങൾ കയ്യിൽ വെക്കണ്ട. ഇങ്ങോട്ട് കൊണ്ടാ കീച്ചൻ ആരും ഊരിയത് അല്ലേ? എന്നാ ഞാൻ എടുത്തേക്ക്. അത് ഇനി കുട്ടികളെ അടിയിൽ കൂടെ കൊണ്ടിടക്കല്ലേ. അത് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും കിട്ടിയിട്ട് ടിഷന്റെ കയ്യൊക്കെ ഇട്ട് തൊള്ളി അതിന്റെ ടിഷന്റെ കയ്യില് ടിഷ തൊള്ളിക്ക് ഇട്ടിക്കണ കുറച്ചു നേരം. അതിന്റെ തള്ള കാണാത്തോണ്ട് കേൾക്കണോ? കാണാത്തോണ്ട് കഴിച്ചിലായിരുന്നു പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ ഗൈസ്. അതേപോലെ ഇന്ന് വൈകുന്നേരം കല്യാണം കിട്ടോ. ഉമ്മാത്താന്റെ മകളെ കല്യാണമാണെന്ന് വൈകുന്നേരം. കല്യാണത്തല അനക്കൊക്കെ ഉണ്ടോ കല്യാണം? പറയണോ? അപ്പൊ നാളെ കല്യാണത്തിന് വന്നോണ്ടിരുന്ന ഇവിടെ വന്ന് ചായ ഒക്കെ കുടിച്ചു തരാൻ. ഞാൻ എന്തിനാ എടുത്തു പറയണം? എന്താ ചായ കുടിച്ചാൽ പിന്നെ മനസ്സമാതി ചായ കുടിച്ചിനൊക്കെ കണക്ക് പറയാം. ഇതാണ് ഇവിടെ സ്വഭാവം. അങ്ങനെയും വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ അല്ല തെറ്റിദ്ധരിക്കണ്ട. അലൈനോടും കൂടെ ഒക്കെ ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് കാക്കൂന്റെ
അപ്പൊ എന്താണ് എന്താണ് ആയിക്കോട്ടെ എന്താ അടിച്ചോ അടിച്ചോ അപ്പൊ ആയിക്കോട്ടെ ഗായ്സ്. അങ്ങനെ ഗായ്സ് കാലങ്ങൾക്ക് ശേഷം അൻഷിഫ് മോനിക്കൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങോട്ടാ പോയി അല്ലെങ്കിൽ അങ്ങോട്ടാ. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളായിട്ട് ഏതാണ് വൈഡാങ്കളല്ലേ ഗസ്റ്റുകളായിട്ട് ശ്രീ ചിഞ്ചു ഉണ്ട്. ചിഞ്ചു, എന്താണ് ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? തിരിച്ചു വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു. കാരണം നമ്മള് മൈക്ക് വെക്കാൻ കുറെ കാരണമുണ്ട്. കാരണം ഒച്ചല്ല ഒറ്റൊന്നിന് ഒക്കത്തിന് സൗണ്ട് വയ്ക്കണേ. തിരിച്ചു വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ മാക്സി പെങ്ങൾ എന്ത് അന്നോട് ഞാൻ പറഞ്ഞേ, ഞങ്ങൾ ഇവിടെ വീട്ടിൽ പോയി അറിയാത്ത മാതിരി ഈ ഫോൺ മക്കളുണ്ടല്ലോ ആ മെയിനായാലും അത് നിർത്തിക്കൊണ്ട് മറ്റേ ഫിലിംസൊക്കെ പാടെ ചോട്ട് പൊളിച്ചില്ല. എന്നാൽ എനിക്ക് വളരെ മോശമായ അഭിപ്രായമാണ് താങ്കളോട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കായെടുത്താണ്ട് മെന്റലിസം പഠിച്ചാൻ പോയിക്കണേ. എന്ത് മെന്റലിസം പഠിച്ചാല് എന്നിട്ട് ഇപ്പൊ ഓള് പറയണ മാപ്പിളക്കും മനസ്സിലാവണില്ല, അതേപോലെ ഓള് പറയണ ഓളെ പെരക്കാർക്കും മനസ്സിലാവില്ല. അങ്ങനത്തെ കോലാണ്. ഭയങ്കര മെന്റലിസ്റ്റ് ആണ് അറിയാണ്ട്. മുന്നിൽ ഏതെങ്കിലും ഒരു ട്രിക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ താങ്കൾക്ക്? ഇല്ല, കഴിയില്ല. മൈൻഡ് റീഡിങ് കഴിയുന്ന പറഞ്ഞാണ്ട് നടക്കാണ് ഇവിടെ മെയിൻ ആയിക്കാണ്ട്. ഒരൊലക്ക് അറിയില്ല. ഓള് ഇപ്പോഴും മറ്റേ ടവലോണ്ട് കാണിക്കണ മറ്റുണ്ടല്ലോ, ഇത് അച്ഛൻ ഇത് അമ്മ, ഇത് രണ്ടും ഒന്നിലാക്കി തരണം, അവിടെ എത്തിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ ഇന്ന് ശ്രീമതി ആയുഷുമുണ്ട്. ആയുഷുമ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തില്? മൈക്രോ സെറ്റല്ലേ, മൈക്രോ അല്ലേ? പറഞ്ഞോളൂ. ചെന്താ പറയാലോ, അതാണ് ചോദിച്ചത്. അതാണ് നമ്മൾ ചോദിക്കുന്നത് ഗൈസ്. കാരണം കുറെ കാലത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഐഷുമ്മയൊക്കെ നമ്മുടെ എല്ലാരും ഉണ്ടായപ്പോ വളരെയധികം സന്തോഷം. ഹാപ്പി. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞോളുടെ സൗണ്ടും പോയിട്ടുണ്ട്. കുഞ്ഞോൾ, എന്താണ് കുഞ്ഞോൾക്ക് ഈ സൗണ്ട് പോയ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? സൗണ്ട് തിരിച്ചിട്ടെ. അപ്പൊ അങ്ങനെ നമ്മള് കുഞ്ഞോളടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. കുഞ്ഞോൾ അപ്പൊ ഇനി മുതൽ നമ്മളെ വ്ളോഗ് ഇങ്ങനെയൊക്കെ കേട്ടോ, മൈക്കൊക്കെ പിടിച്ചടി ഹനാൻഷിക്ക് വ്ളോഗ് എടുക്കുന്ന മാതിരി ഹലോ ഗൈസ് പറഞ്ഞാണ് തുടങ്ങുക. അതുപോലെ കുഞ്ഞോക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? സന്തോഷം, ഭയങ്കര സന്തോഷം. സൗണ്ട് വേഗം കിട്ടിയാൽ മതി. ഇവരോട് ഒച്ചടാ സൗണ്ട് ഇല്ല മക്കളോട്. അതെ, അതായത് കുഞ്ഞോക്ക് കുട്ടികളോടും നമ്മളോടും ഒച്ചടാനുള്ള സൗണ്ടും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് പറയണത്. രണ്ട് മരക്കളി ഒപ്പം ഞാൻ ചങ്ക പിടിച്ചതുകൊണ്ട് രണ്ടാമത് ഒപ്പം പോയി. അതായത് ഇവര് രണ്ടാളെ സൗണ്ടും പോയത് അമ്മായിമ്മ കൊല്ലിക്ക് പിടിച്ചതാട്ടെ ഗൈസ്. ഓക്കെ. എടാ കുട്ടിനെ കാണിക്കല്ലേ ഡ്രസ് ഇടില്ല. അപ്പൊ പിന്നെയും തിരിച്ച. അപ്പൊ കുഞ്ഞോളെ എന്താണ് ഇന്നിപ്പോ ഇവർക്ക് എല്ലാവർക്കും പാടെ അപ്പൊ കുഞ്ഞോളെ എന്താണ് ഇവർക്ക് നമ്മള് എന്താണെന്ന് ഫുഡ് സ്പെഷ്യൽ ഐറ്റംസ് എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുഞ്ഞോളുടെ വക? അതന്നെയാണ് ചെറിയ കളി ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെന്ന്. എന്താണ് കുഞ്ഞോളെ? അതല്ല ഉമ്മ, ഇന്ന് ബാർപ്പിന് കിട്ടിയ ബിരിയാണി എന്താണ് താങ്കൾ ചെയ്തത്? ബാക്കിയുണ്ടോ? ഇനി ബാക്കിയില്ലത് ആദ്യം ഇജ് വന്ന് ഇങ്ങനെ കൊണ്ടുവന്നില്ലേ? കഴിഞ്ഞോ? പിന്നെ തിന്നാനല്ലോ, ഇത് തിന്നാനല്ല, ഇത് ഇങ്ങനെ കാട്ടുമ്പോ ഇങ്ങനെ നേരിട്ട് കുടിച്ചുമ്പോൾ ഇതാണ് തൊള്ളിക്കട കൊണ്ടുപോയത്. ഓക്കെ. അതല്ല, ഞാൻ ബിരിയാണി കുറെ ബാക്കി ഉണ്ടാവും വിചാരിച്ചു പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കല്ലാമുലയുടെ മണിമുത്ത് മറിയമ്മയുടെ അനിയത്തിയുടെ അസീനമ്മയുടെ കുട്ടി ശ്രീ റിയ ഫാത്തിമ ലൈനിലുണ്ട്. നിക്കാഹ് കഴിഞ്ഞ് ടൂറ് പോയി കച്ചറ കൂടി തെറ്റിപ്പോന്നിരിക്കുകയാണ്. അപ്പോ ഞങ്ങൾ കച്ചറ കൂടാറില്ലല്ലോ. ഇതാകെ പോട്ടാക്കില്ലേ? ഇതാകെ പറഞ്ഞോ അജി? സത്യങ്ങൾ ഛർദിക്കുന്നു, പച്ച ടീഷർട്ട് സത്യങ്ങൾ ഛർദിക്കുന്നു, അങ്ങനെയാണ് കമന്റ്. അപ്പൊ എന്താണ് ഈ ഒരു അവസരത്തിൽ എന്താ കല്ലാമുലയുടെ മണിമുത്ത് മറിയമ്മയുടെ അനിയത്തി അസീനമ്മയുടെ മകൾ റിയ ഫാത്തിമക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയല്ല. നിങ്ങളെ കലാപരിപാടികളൊക്കെ കുറെ അറിയാൻ സാധിച്ചു. അത് പറഞ്ഞാലല്ല എത്ര മാർക്ക് കൊടുക്കാം?
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ എവിടെ അനുവിന് എന്താണ് എവിടെയാണ് അനു ഒരു ഡ്രസ് ഇട്ട് കൊടുത്തു ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്, അതായത് ഓന് ലേഡീസ് ട്രിപ്പ് പോയതാണ് അല്ലേ? ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഇപ്പൊ ഞാനും ഔട്ട് ഓഫ് കവർ ആയിക്കണേ. ലേഡീസ് ട്രിപ്പ് പോയിരിക്കുകയാണ് അനു അല്ലേ? അതായത് അനു ആണാണെന്നുള്ളത് ഉണ്ടെങ്കിലും അനു പോണൊക്കെ ലേഡീസ് ആളപ്പാണ്. അത് ഓനക്കൊരു ഇഷ്ടാ. സകല പെണ്ണുങ്ങളപ്പം അറിയാത്ത സ്ട്രേഞ്ചേഴ്സ് ഫാമിലി എന്നൊക്കെ പറയാണ്ട് കണ്ണ് കണ്ട പെണ്ണുങ്ങളപ്പം പറയും ഞാനിത്. കണ്ണ് കണ്ട പെണ്ണുങ്ങളപ്പം ട്രിപ്പ് പോയി നടക്കുന്ന അനിയൻ. റാസൽ കൈമയിലെ ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റക്കായിരുന്നു. കാരണം ഇവരൊക്കെ ട്രിപ്പ് പോയി. തിരുവനന്തപുരത്ത് കൂടെ ടൂർ പോയ ആയിഷും ഒരു ഭാഗത്ത്, കക്കാടംപോയിലൂടെ ടൂർ പോയ ചിഞ്ചു പെങ്ങളും ഒരു ഭാഗത്ത്, റാസൽ കൈമയിലെ ഈ വലിയ വീട്ടിൽ ശ്രീ കുഞ്ഞോൾ ഒറ്റക്കായി. അപ്പോൾ അവളും ഇവര് തെറ്റി ഗൈസ്, കച്ചറ കൂടി തെറ്റി. ഇപ്പൊ ഇവർ മുണ്ടൂല, ഇപ്പൊ സോൾവ് ആക്കാൻ വന്നതാണ്. ഇത് ഞാൻ പറയും, ഇവരിപ്പോ സോപ്പിടാൻ വന്നതാണ് ഗൈസ്. പക്ഷെ ഇത് മുണ്ടരുത് അവളോട്. സത്യാവസ്ഥ അറിയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ അവിടെ പോയി പറഞ്ഞതാണോ ശരിക്കും സത്യം എന്നറിയാൻ വേണ്ടി വന്നതാണ്. അത് അവൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ കുഞ്ഞുണ്ണിയുടെ കേട്ടി വ്ലോഗ് പൂട്ടിയിരിക്കുകയാണ്. ഉണ്ടല്ലോ, ഞങ്ങൾ ഫുൾ ഓൺലി പ്രൊമോഷൻ. അതെ, ഇവരെ പ്രത്യേകത ഇവര് പ്രൊമോഷൻ മാത്രമേ ചെയ്യുള്ളൂ. കാരണം സാധാ നോർമൽ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യൂല എന്നാണ് ഇപ്പൊ പറയണേ അല്ലേ? പ്ലാനിങ് എന്താ? ഇവര് നാത്തൂൻ ബ്ലോഗ് തുടങ്ങിയാണ്ട് ഇന്റെ കുഞ്ഞോളെ ഒറ്റപ്പെടുത്തിക്ക ഗൈസ്. കേട്ടി വ്ലോഗ് പൂട്ടിക്ക് ഗൈസ്. ആര് അതല്ല, നിങ്ങളെ നാത്തൂൻസിലും ഓളെ കൂട്ടിയിലറിയാണ്ട് ഓള് നോലോളിച്ച. എനിക്കും വേണം നാത്തൂൻ ബ്ലോഗ്. ഓളോട് കുഞ്ഞോളെ ഇൻഫ്ലുവൻസർ കുഞ്ഞോൾ CP ആണ്. ഇജ്ജ് ഓലൊക്കെ ലോക്കൽസ് ആണ് കുഞ്ഞോളെ. ഇജ്ജ് അടങ്ങ് കുഞ്ഞോളെ. I am നാത്തൂൻ ബ്ലോഗ്, I am with നാത്തൂൻ ബ്ലോഗ് എന്ന് പറഞ്ഞേ. ഊട്ടിക്കൊണ്ടറിയില്ലല്ലോ. ഞാൻ അവിടുന്ന് വിളിച്ചു ഇങ്ങക്ക് വിളിച്ചില്ലേ ഊട്ടിക്കോക്കെ? അതായത് ഇമ്മ തിരുവനന്തപുരത്തുനിന്ന് വന്നുകാണ്ട് കാല് നിലത്ത് കുത്തി കാല് പൊന്തിച്ചാണ്ട് വർത്താനം പറയണ വിളിച്ചാണ്ട്. പിന്നെ സിഫത്തും ചിഞ്ചൊക്കെ കക്കാടംപോയിലേക്ക് പോയിക്കണ അനുസരിച്ചേ ഞമ്മക്കും പോണ്ട ടൂറ്. അപ്പൊ ഞാനോള് കച്ചറോടി നിക്ക പോയിന്റെ വാശിക്കാണ് ഞങ്ങൾ പോയത് കക്കാടംപോയിലേക്ക്. അപ്പൊ ഞങ്ങളോടില്ല വാശിക്ക. അന്ന് പിന്നെ ഊട്ടിക്ക് വിളിച്ചോക്കട്ടെ, എന്റെ അഞ്ചിപ്പേന്റെ മൂന്നാർ കൊണ്ടുപോകുള്ളൂ. ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളും എല്ലാരും കൊണ്ടേയില്ലേനോ. അതിങ്ങനെ അങ്ങനെയല്ലേ, ഇത് വേറെ ഊട്ടിയാണ്. നിങ്ങളെ പിടിച്ചുമ്പ കയറ്റിങ്ങാണ്ട് ടൂർ കൊണ്ടുപോകാതെ കരുതണ്ട. ഓക്കെ, ഞാൻ ഇച്ചിരി സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് എങ്ങോട്ട് പോണ ഇഷ്ടല്ല. കുഞ്ഞോക്കറിയാം സത്യം തുടങ്ങി അയച്ചമ്മാ. അതന്നെ പിന്നെ ഫാമിലിനെ കൊണ്ടുപോകണ ഇഷ്ടല്ല. നാളെ നമ്മള് ഊട്ടിക്കണം വിട്ടാലോ? ഞാനും കുഞ്ഞോളും ഇജ്ജും കുട്ടികളും സെറ്റല്ലേ ഞങ്ങളെ? അതായത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ രസാക്കിയാണ് പോവാ. അൻസിഫ് നല്ലവനാണെങ്കിൽ കുഞ്ഞോളെ നാളെ ഊട്ടിക്ക് കൊണ്ടുപോകും. പക്ഷെ അൻസിഫ് ചെറ്റയാണെങ്കിൽ കുഞ്ഞോളെ ഈ റൂമിൽ തന്നെ ഇരിക്കും ഗൈസ്. അത് നിങ്ങളുടെ തോന്നലാണ് ഗൈസ്. ചലക്കാനുള്ള സാധനമാണിത്. ചിഞ്ചി ചലക്കുന്നു, സത്യങ്ങൾ ചലക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം കുട്ടി വേദിയിലുണ്ട്. ഇബ്രാഹിം കുട്ടി, ശ്രീ ഇബ്രാഹിം കുട്ടി, എന്താണ് ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? അതാണ് എന്നോട് ചോദിച്ചത്. ഹലോ, എന്താണ് പറയാനുള്ളത്? പറയും. ഒന്നും എവിടെയാണ് എനിക്ക് മാല? എന്റെ മാല ഊരി വെച്ചാണ്. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ് നമ്മളിവിടെ തീർക്കണം. കാരണം എനിക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കല്യാണത്തിന് പോവുകയാണ്. അപ്പോ ഇനിയുള്ള വ്ലോഗ് കാര്യങ്ങളൊക്കെ നമ്മളത് ഇങ്ങനെ ആയിരിക്കും. ഫുള്ള് വൈബ് ഓൺ. ഓക്കെ, എനിക്ക് പിരാന്ത് അയക്കണം ഗൈസ്. വ്ലോഗ് പിരാന്ത് ഓൺ. ഓക്കെ, ഐ ലവ് യു ഗൈസ്.